ഹലോ മക്കളെ, വെൽക്കം ടു MI ട്യൂഷൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9th മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ പാർട്ട് 4 ആണ്. അപ്പോൾ പാർട്ട് 1, 2, 3 കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ പാർട്ട് 4 കാണാൻ നമ്മുടെ ട്യൂഷൻ സെൻറ്റർ ഉള്ളത് എറണാകുളത്ത് ചേന്താമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പാലിയൻ സ്കൂളിൻ്റെ ബാക്കിലായിട്ട് കരിപ്പായി കിടന്ന സ്ഥലത്ത് നമ്മുടെ ട്യൂഷൻ സെൻറ്റർ. ഓക്കെ, അപ്പോൾ ഇതൊരു ഫ്രീ ക്ലാസ്സസ് ആണ്. 9ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പേജ് നമ്പർ 10. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ പേജ് നമ്പർ 10 എടുത്ത് വെച്ചോ. അപ്പോൾ പേജ് നമ്പർ 10 കേട്ടോ, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 10 എടുക്കുക. ഓക്കെ, പേജ് നമ്പർ 10 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1, 2, 3 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്താണ്. അപ്പോൾ അത് കാണാത്തവർ ഈ വീഡിയോൻ്റെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ വയർ 3.5 meter ലോങ് ഈസ് ടു ബി കട്ട് ഇൻ ടു 2 pieces with one piece bent into a square and the other into an equilateral triangle. The lengths of the sides of both must be the same. How should the wire be cut? അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ 3.5 മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറു കഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. രണ്ടിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കണം. എങ്ങനെ നിങ്ങൾ മുറിക്കും? ഇതാണ് ചോദ്യം. അതായത് മക്കളെ, ഒരു വയറുണ്ട്, അതിൻ്റെ നീളം എത്രയാണ്? 3.5 മീറ്ററാണ്. അപ്പോൾ അതിനെ നമ്മൾ സെൻറ്റിമീറ്ററിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ 3.5 എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ 35നെ 10 കൊണ്ട് ഹരിക്കുമ്പോഴാണ് 3.5 കിട്ടുക. ഓക്കെ, അപ്പോൾ 3.5 മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ 100 കൊണ്ട് ഗുണിക്കാം. ഓക്കെ, അതായത് 3.5നെ 100 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 3.5 എന്താണ്? 35/10 ആണ്. അപ്പോൾ അതിനെ 100 കൊണ്ട് ഗുണിക്കുക. ഈ 0 വെട്ടിപ്പോയി. 35 × 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 350 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒന്നുമില്ല, 3.5 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇൻറ്റു 100 ചെയ്യുമ്പോൾ 350 സെൻറ്റിമീറ്റർ കിട്ടും. ഓക്കെ, അങ്ങനെയുള്ളൊരു കമ്പി നിങ്ങൾ എവിടെയോ വെച്ച് മുറിക്കുന്നു. അപ്പോൾ ഒരു കഷ്ണം ഇവിടെ കിട്ടി, ഒരു കഷ്ണം ഇവിടെ കിട്ടി. ഈ ഫസ്റ്റ് കഷ്ണം വെച്ചിട്ട് നിങ്ങളൊരു ട്രയാങ്കിൾ ഉണ്ടാക്കണം. ഓക്കെ, ഈ സെക്കൻഡ് കഷ്ണം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സ്ക്വയർ ഉണ്ടാക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. പ്രത്യേകത, ഈ ട്രയാങ്കിൾ എല്ലാ വശങ്ങളും അതിന് ഈക്വൽ ആയിരിക്കണം ഈ സ്ക്വയറിൻ്റെ എല്ലാ വശങ്ങളും. അതായത് ഇവിടെ 5 ഉണ്ടെങ്കിൽ ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 5, ഇങ്ങനെ ആയിരിക്കണം ഉണ്ടാക്കി വരുമ്പോൾ. അങ്ങനെയാണെങ്കിൽ എവിടെ വെച്ച് നിങ്ങൾ മുറിക്കും? ഇതാണ് ചോദ്യം. ക്ലിയർ? യെസ്. അപ്പോൾ നമുക്കൊരു വയർ എടുക്കാം. ആ വയറിനെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായി ഇങ്ങനെ മുറിക്കാം. ഒരു കഷ്ണം ഇവിടെ, ഒരു കഷ്ണം ഇവിടെ. ക്ലിയർ? യെസ്. എന്നിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഫസ്റ്റ് വയറിന് സാറ് ഒരു ബ്ലൂ കളർ കൊടുക്കുകയാണ്. അത് ഉപയോഗിച്ച് സാറ് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുകയാണ്. ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് വയർ സ്ക്വയർ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് കഷ്ണം അങ്ങനെയൊന്നുമില്ല, 2 കഷ്ണമാക്കുക, ഒരു കഷ്ണം സ്ക്വയർ, ഒരു കഷ്ണം ട്രയാങ്കിൾ, ഒരു കഷ്ണം സ്ക്വയർ ഉണ്ടാക്കാം. ഓക്കെ, എന്നിട്ട് സാർ ഈ മഞ്ഞ ഉപയോഗിച്ചിട്ട് എന്താണ്? ഒരു സ്ക്വയർ ഉണ്ടാക്കി. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടീഷൻസ് നോക്കാം. കണ്ടീഷൻസ് പറയുന്നത് ഈ വശങ്ങൾ, അതായത് ഈ ത്രികോണത്തിൻ്റെ അതേ വശങ്ങൾ തന്നെയായിരിക്കണം ഈ സമയോജിതത്തിന്. അപ്പോൾ ത്രികോണത്തിൻ്റെ ഒരു വശത്ത് സാർ എക്സ് എന്ന് എടുത്തു, അപ്പോൾ മറ്റേ വശം എക്സ്, അതിൻ്റെ പ്രതിവശം എക്സ്, എല്ലാ വശവും എക്സ്. ക്ലിയർ ആണോ? യെസ്. അതുപോലെ തന്നെ അത് തന്നെ ആയിരിക്കണം സമയോജിതത്തിന് എന്ന് പറഞ്ഞേക്കണം അല്ലേ. അപ്പോൾ അത് തന്നെ എക്സ് കൊടുക്കുക. അപ്പോൾ എക്സ് 4 തവണ വരും, ഇവിടെ 3 തവണ വരും. അപ്പോൾ എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എത്ര വരും? ഇവിടെ ഒരു എക്സ്, ഇവിടെ ഒരു എക്സ്, ഇവിടെ ഒരു എക്സ്. അപ്പോൾ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 3x. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് ഈക്വൽ ടു 3x. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴോ എക്സ് പ്ലസ് എക്സ് എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം, 4x. ക്ലിയർ ആണോ? യെസ്. എല്ലാ വശവും സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് മക്കളെ നമ്മൾ എന്തെടുത്തത്? എല്ലാ വശവും എന്ത് തന്നെയായിട്ട് എടുത്തു? എക്സ് തന്നെയായിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഈ വശം 3x, ഈ വശം എന്താണ്? 4x. ക്ലിയർ? ഇനി ഇതെല്ലാം കൂടി കൂട്ടി എത്ര വരും? ഇപ്പോൾ 3x + 4x നിങ്ങൾ കൂട്ടിയെന്നായിരിക്കും. അപ്പോൾ 3ഉം 4ഉം കൂട്ടാം. ഓക്കെ, ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 7x വരും. സത്യത്തിൽ അതാണല്ലോ ടോട്ടൽ 3.5 മീറ്റർ എന്ന് പറയുന്നത്. ശരിയല്ലേ? അതായത് ഈ കമ്പി ഉണ്ടല്ലോ, ഈ കമ്പി വളച്ചാണുള്ളത് ഉണ്ടാക്കിയത്, അതുപോലെ ഈ സ്ക്വയർ ഉണ്ടാക്കിയത്. ഇവിടെയുള്ള ഈ കമ്പിയുടെ നീളം എന്ന് പറയുന്നത് 3x, ഇവിടെയുള്ള കമ്പിയുടെ നീളം എന്ന് പറയുന്നത് 4x. ഇത് രണ്ടും കൂടി ചേർത്ത് ആദ്യത്തെ കമ്പി കിട്ടൂലേ, വലുത് കിട്ടൂലേ? കിട്ടും. അപ്പോൾ 3x + 4x ചേർന്നതാണ് ഈ വലിയ കമ്പി എന്ന് പറയുന്നത്, അതായത് 7x. ക്ലിയർ? ആ 7x എന്തിന് ഈക്വലാണ്? 7x = 350 സെൻറ്റിമീറ്റർ. സാറ് നേരത്തെ കാണിച്ചു തന്നാണ് 3.5 മീറ്റർ എങ്ങനെ 350 സെൻറ്റിമീറ്റർ ആവുന്നു. ഓക്കെ, അപ്പോൾ 3x + 4x 7x ആയി. 7x = 350 സെൻറ്റിമീറ്റർ. ഇനി വളരെ എളുപ്പമാണ് മക്കളെ. 7x 350 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 7 × x ആണ് 7x എന്ന് പറഞ്ഞാൽ. അത് 350 ആണെങ്കിൽ ഈ എക്സിനെ അവിടെ നിർത്തുക, 7ന് ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ x = 350. എന്ത് ചെയ്യണം? 7 ഇവിടെ ഗുണിച്ചിരിക്കുകയാണ്, സമത്തിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ ഹരണമാകും. അപ്പോൾ x = 350/7 എന്ന് പറയുമ്പോൾ 35നെ ആദ്യം 7 കൊണ്ട് ഹരിക്കുക. 35നെ മക്കളെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 7×5 35. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5 കിട്ടി. അതെവിടെ എഴുതാം? അന്നത്തെ ഈ 0 ചേർത്ത് എഴുതാം. 50 സെൻറ്റിമീറ്ററാണ് ഇവിടെ ഒരു വശത്തിൻ്റെ നീളം. ഇത് 50,
ഇത് 50 ഇത് 50. അപ്പോൾ ടോട്ടൽ എത്രയാണെന്ന് അറിയോ? 3 × 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 150. ഇവിടെ 50, ഇത് 50, ഇത് 50, ഇത് 50. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്രയായി? 4 ഉണ്ടല്ലേ? 4 × 50. 4 × 50 എന്ന് പറയുമ്പോൾ 200 സെൻറ്റിമീറ്റർ. ക്ലിയർ? അപ്പോൾ ടോട്ടൽ 350 സെൻറ്റിമീറ്ററിൽ നിങ്ങൾ ഈ 150 സെൻറ്റിമീറ്റർ കഴിയുമ്പോൾ മുറിക്കണം. മനസ്സിലായോ? എന്ത് കിട്ടാൻ വേണ്ടിയിട്ട്? ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എക്സിൻ്റെ വില എത്ര കിട്ടി? 50 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ, ഈ ത്രികോണത്തിൻ്റെ ചുറ്റുമുള്ള അളവ് എന്ന് പറഞ്ഞാൽ 3x ആണ്. അതായത് 3 × 50 150 സെൻറ്റിമീറ്റർ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്. ഓക്കെ, ഈ ത്രികോണത്തിലേക്ക് വരുമ്പോൾ പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമചതുരം, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്. സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4x ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 50 200 സെൻറ്റിമീറ്റർ. അതായത് നമ്മുടെ ഈ ഒരു കമ്പി ഉണ്ടല്ലോ, ആ കമ്പീനെ നമുക്ക് എക്സ് 350 സെൻറ്റിമീറ്റർ ഉണ്ട്. ഒരു 50 സെൻറ്റിമീറ്റർ വെച്ച് ഇങ്ങനെ കഷ്ണങ്ങളാക്കുകയാണെങ്കിൽ, ഇങ്ങനെ സങ്കല്പിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 3 50 സെൻറ്റിമീറ്റർ, ഇതും ഇത്രയുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ? ത്രികോണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വെച്ച് മുറിക്കണം. മനസ്സിലായോ? ബാക്കിയുള്ള 50 1 2 3 4 ഇത് വെച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാം? സ്ക്വയർ ഉണ്ടാക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാം? ട്രയാങ്കിൾ ഉണ്ടാക്കാം. മനസ്സിലായോ? ഇനി തിരിച്ചാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ 200 ആദ്യം പറയണം, 150 രണ്ടാമത് പറയണം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ എവിടെ വെച്ച് മുറിക്കണം? 150 സെൻറ്റിമീറ്ററിൽ വെച്ച് മുറിക്കണം. ഇപ്പുറത്ത് 200 സെൻറ്റിമീറ്റർ. ക്ലിയർ ആണോ? ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണാം. അപ്പോൾ ക്ലിയർ ആവും. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം അല്ല അത്. ഓക്കെ മക്കളെ, പേജ് നമ്പർ 10 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലാസ് there are 4 more girls than boys. On a day when only 8 boys were absent, the number of girls was twice the number of boys. How many boys and girls are there in the class? അതായത് ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെക്കാളും 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികളായി. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളും എത്ര ആൺകുട്ടികളും ഉണ്ട്? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാർ നിങ്ങൾക്കൊരു പിക്ചറിൻ്റെ സഹായം ഉപയോഗിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാം. ഈ ഒരു ചെറിയ കേസിലേക്കൊന്ന് വരാം. ഇപ്പോൾ ഇവിടെ ഒരു ആൺകുട്ടിയുണ്ട്, ഇവിടെ ഒരു ആൺകുട്ടിയുണ്ട്. അപ്പോൾ മൊത്തം 2 ആൺകുട്ടികളുണ്ട്. ഓക്കെ, പെൺകുട്ടികളുടെ എണ്ണം നമുക്ക് നോക്കാം. 1 2 3 4 5 6. പെൺകുട്ടികളുടെ എണ്ണം 6 പേരുണ്ട്. അതായത് ഈ 6 എന്ന് പറയുന്നത് ഈ 2നോട് 4 കൂടിയതാണ്. കണ്ടോ? അപ്പോൾ ബോയ്സിൻ്റെ എണ്ണം 2 ഉള്ളൂ എങ്കിൽ ഗേൾസിൻ്റെ എണ്ണം ഈ ഒരു ക്ലാസ്സിൽ 6 എണ്ണം ഉണ്ട്. ഓക്കെ, അതായത് ബോയ്സിൻ്റെ എണ്ണത്തിനേക്കാളും 4 കൂടുതലാണ് ഗേൾസിൻ്റെ എണ്ണം. മനസ്സിലായല്ലോ? ഓക്കെ, ഇതാണ് ഇവിടെ പറഞ്ഞത്. ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെക്കാളും 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. മനസ്സിലായോ? ഉദാഹരണം പറഞ്ഞു, ഇപ്പോൾ ആ ക്ലാസ്സിൽ എക്സ് നമ്പർ ഓഫ് ആൺകുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം എന്തായിരിക്കും? അതിനോട് 4 കൂട്ടിയതായിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ. ദെൻ ഒരു ദിവസം 8 ആൺകുട്ടികൾ മാത്രം വന്നില്ല. മനസ്സിലായോ? ഓൺ എ ഡേ വെൻ ഓൺലി 8 ബോയ്സ് വെർ ആബ്സെൻറ്റ്. അപ്പോൾ നേരത്തെ സാറ് പറഞ്ഞല്ലോ എക്സ് ആൺകുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ദിവസം 8 ആൺകുട്ടികൾ വന്നില്ല. അതായത് എക്സ് നമ്പറിൽ നിന്ന് 8 ആൺകുട്ടികളെ കുറയ്ക്കണം. ഓക്കെ, അതായത് 10 പേരുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 8 ആൺകുട്ടികൾ വന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ എത്രയുണ്ട്? 10 - 8, അതായത് 2 പേരേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ എത്ര പേരാണ് ഇപ്പോൾ അവിടെ ഉള്ളത്? അതിൻ്റെ ഇരട്ടി. ഇപ്പോൾ അവിടെ ഉള്ള അത്രയും ആൺകുട്ടികളുടെ ഇരട്ടി പെൺകുട്ടികളുണ്ട്. മനസ്സിലായോ? പെൺകുട്ടികൾ ആരും ആബ്സെൻ്റ് അല്ല. പക്ഷെ ആ പെൺകുട്ടികളെന്ന് പറയുന്നത് ആൺകുട്ടികൾ ഒരു ദിവസം 8 പേര് വന്നില്ലെങ്കിൽ അവിടെയുള്ള ആൺകുട്ടികളുടെ ഇരട്ടി എണ്ണം പെൺകുട്ടികളുണ്ടാവും. അതായത് ഇപ്പോൾ ഈ ഒരു കേസ് നോക്കി, ഇവിടെ ഇപ്പം 2 ആൺകുട്ടികളുള്ളത്. അതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 4 പേര്. ഇപ്പോൾ 2 ആൺകുട്ടികളുണ്ട്, അതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയാണ്? 4. അപ്പോൾ 4 പെൺകുട്ടികൾ കണ്ടോ? 1 2 3 4. യെസ്. അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ എക്സിലേക്ക് മാറ്റാം. ആദ്യം തന്നെ നമുക്ക് ആൺകുട്ടികളുടെ എണ്ണത്തിന് നമ്പർ ഓഫ് ബോയ്സ് എക്സ് എന്ന് എടുക്കാം. മലയാളത്തിൽ ആൺകുട്ടികളുടെ എണ്ണം കേട്ടോ. അത് എഴുതാനറിയാലോ. ആൺകുട്ടികളുടെ എണ്ണം, ആൺകുട്ടികളുടെ എണ്ണം. അത് നിങ്ങൾ എന്തായിട്ട് എടുക്കണം? എക്സ് ആയിട്ട് എടുക്കണം. ക്ലിയർ? യെസ്. അപ്പോൾ നമ്പർ ഓഫ് വൈ, പെൺകുട്ടികളുടെ എണ്ണം എന്തായിട്ട് എടുക്കണം? വൈ ആയിട്ട് എടുക്കണം. നമ്പർ ഓഫ് ഗേൾസ് വൈ ആയിട്ട് എടുക്കണം. ക്ലിയർ ആണോ? ഗേൾസ് വൈ, ബോയ്സ് എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ദിവസം ആ ക്ലാസ് തുടങ്ങുമ്പോൾ ആ ക്ലാസ്സിൽ പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ആൺകുട്ടികളെക്കാളും 4 കൂടുതലുണ്ട്. അപ്പോൾ ഗേൾസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ബോയ്സിൻ്റെ എണ്ണത്തിനേക്കാളും 4 കൂടുതലാണ്. മനസ്സിലായോ? ഗേൾസിൻ്റെ എണ്ണത്തിന് വരെ നിങ്ങൾ എന്ത് കൊടുത്തു? വൈ. ഓക്കെ, ബോയ്സിൻ്റെ എണ്ണത്തിന് വരെ എന്ത് കൊടുത്തു? എക്സ്. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ? y = x + 4. ക്ലിയർ?
യെസ്. അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോയ്സ് ആൺകുട്ടികളുടെ എണ്ണം +4 അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണത്തിന് പകരം നിങ്ങൾ എന്ത് കൊടുക്കും? പെൺകുട്ടികളുടെ എണ്ണം. ഇതിൻ്റെ മലയാളം എന്താണ്? പെൺകുട്ടികളുടെ എണ്ണം = y = ആൺകുട്ടികളുടെ എണ്ണം. അതായത് എന്താണത്? x +4. ക്ലിയർ ആണോ? ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ. സോ y = x + 4. അപ്പോൾ ആ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഓൺലി 8 ബോയ്സ് വേർ ആബ്സെൻറ്റ്. 8 ആൺകുട്ടികൾ വന്നില്ല. ഓക്കെ. അപ്പോൾ എന്ത് സംഭവിച്ചു? പെൺകുട്ടികളുടെ എണ്ണം ഈസ് ട്വൈസ് ദ നമ്പർ. അപ്പോൾ ഉണ്ടായ ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ഇരട്ടിയാണ് പെൺകുട്ടികളുടെ എണ്ണം. ഓക്കെ, ക്ലിയർ? അപ്പോൾ 8 ആൺകുട്ടികൾ വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ അതിൻ്റെ അർത്ഥം ആൺകുട്ടികളുടെ എണ്ണം x ആണല്ലോ. x ആൺകുട്ടികൾ അവിടെ നിലവിലുണ്ട്. അന്നത്തെ ദിവസം 8 പേര് വന്നില്ല. അപ്പോൾ ടോട്ടൽ അവിടെ ഉള്ള കുട്ടികളിൽ നിന്ന് 8 പേരെ കുറയ്ക്കണം. x - 8. അപ്പോൾ x - 8 ആണ് എന്ത്? 8 ബോയ്സ് ആബ്സെൻ്റ് ആയിരുന്ന ദിവസത്തുള്ള ബോയ്സിൻ്റെ എണ്ണം. അപ്പോൾ ഒന്നും കൂടി പറയാം സാറ്, 8 ആൺകുട്ടികൾ വന്നില്ല. അന്നത്തെ ദിവസത്തെ ആൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ആകെ ആൺകുട്ടികൾ എത്രയുണ്ടായി? x ഉണ്ടായി. അതിൽ നിന്ന് വരാത്ത ആൺകുട്ടികളായ 8 കുറയ്ക്കണം. അപ്പോൾ x - 8 എന്നാണ് നമ്മളതിനെ എടുക്കേണ്ടത്. ക്ലിയർ ആണോ? യെസ്. എന്നിട്ട് പറയണം, അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ പെൺകുട്ടികളുടെ എണ്ണം എണ്ണി നോക്കിയപ്പോൾ ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ എന്താണ്? ഇരട്ടി ഉണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ ഇരട്ടി, അതായത് x - 8 × 2. മനസ്സിലായോ? അന്നത്തെ ദിവസം ആൺകുട്ടികൾ എത്രയുണ്ട്? x - 8. ഓക്കെ. പെൺകുട്ടികൾ എത്രയുണ്ട്? അതിൻ്റെ ഇരട്ടി × 2. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ബ്രാക്കറ്റിനകത്തേക്ക് ഗുണിക്കണം. 2 × x 2x. കണ്ടോ? 2 × -8 -16. കണ്ടോ? 2 × x 2x 2 × 8 -16. മനസ്സിലായോ? യെസ്. അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോയ്സിൻ്റെ ഇരട്ടിയായിരുന്നു അന്നത്തെ ദിവസം മാത്രം. അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് എന്താണ്? നമ്മൾ y എന്നെടുത്തു. നമ്പർ ഓഫ് ബോയ്സ് എന്തെടുക്കണം? നമ്പർ ഓഫ് ഗേൾസ് എന്തെടുത്തു? y = നമ്പർ ഓഫ് ബോയ്സ് എന്തെടുത്തു? x - 8. ഓക്കെ, × 2. ഒന്നുകൂടി പറയാം സാറ്, അതായത് ഈ 8 ആൺകുട്ടികൾ വരാതിരുന്ന ദിവസം പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത്, അതായത് y എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ഇരട്ടിയായിരുന്നു. മനസ്സിലായോ? അതായത് × 2. അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം ഇതാണ്. അപ്പോൾ x - 8 × 2. ക്ലിയർ ആണോ? യെസ്. ഇനി 2 അകത്ത് ഗുണിക്കുക. 2 × x 2x 2 × -8 -16. അതാണ് എന്ത്? y. മക്കളെ ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ? യെസ്. അപ്പോൾ എന്താണ് നമ്മുടെ ഇക്വേഷൻ? y = 2x - 16. സാർ ഇതേ ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതി. അതായത് ഈ സെക്കൻഡ് ഇക്വേഷനും ഇത് ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതിയിട്ട് ഇവിടെ y കണ്ടോ? ആ yക്ക് പകരം ഇവിടെ എന്താണ് y എഴുതി വെച്ചിരിക്കുന്നത്? x + 4. സാബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടോ? yക്ക് പകരം x + 4 കൊടുക്കുകയാണ്. ഓക്കെ, യെസ്. അപ്പോൾ അവിടെ ഞാൻ സാറ് അവിടെ x + 4 കൊടുത്തു. ഈ y എഴുതിയ സ്ഥലത്ത് സാർ x + 4 എഴുതി. കാരണം y = x + 4 എന്ന് ഫസ്റ്റ് ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇപ്പുറത്തുള്ളത് അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ ഇവിടെയും x ഉണ്ട്, ഇവിടെയും x ഉണ്ട്. അപ്പോൾ എക്സുകൾ നമ്മൾ ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഈ എക്സിന് ഇപ്പുറത്തേക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ എന്താവും നോക്കിയാൽ അത് +x ആണ്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ -x ആവും. അതായത് ഈ 4നെ സാർ ഇവിടെ നിർത്തി, ഈ കൂടെ ഉണ്ടായ x ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. ദറ്റ് ബിക്കം -x. ക്ലിയർ? യെസ്. അപ്പോൾ ഈ എക്സിനെ ഇപ്പുറത്തേക്ക് എടുത്തു, -x ആയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 2x-ഉം -x-ഉം തമ്മിൽ കൂട്ടുമ്പോൾ 2x - x എന്ന് പറഞ്ഞാൽ 1x. കണ്ടോ? 1x ആണെങ്കിൽ ഒന്നും എഴുതണ്ട, വെറുതെ x എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഈ -16 കണ്ടോ? അത് സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് എടുക്കണം. എന്തിനാണത്? സംഖ്യകളൊക്കെ ഒരുമിച്ചാക്കണം, എക്സുകളൊക്കെ ഒരുമിച്ചാക്കണം. അപ്പോൾ -16 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഓൾറെഡി അവിടെ 4 ഉണ്ട്. -16 വരുമ്പോൾ അത് +16 ആവും. സോ ദിസ് ബിക്കം 4 + 16 = x, 20 = x. കണ്ടോ? അപ്പോൾ എക്സിൻ്റെ വില എന്ത് കിട്ടും? 20. നോക്കിയോ? അപ്പോൾ ഇവിടെ സാർ എന്താ ചെയ്തത്? ഈ 2x -x ചെയ്തു. അപ്പോൾ x കിട്ടി. ക്ലിയർ? യെസ്. ദെൻ ഈ 4ൻ്റെ അടുത്തേക്ക് ഈ -16 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ +16 ആയി. ഓക്കെ, അപ്പോൾ 4 + 16 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20 കിട്ടും. x അതായത് നമ്പർ ഓഫ് ബോയ്സ് ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 20. ഓക്കെ ആണോ? യെസ്. അപ്പോൾ x = 20, ആൺകുട്ടികളുടെ എണ്ണം 20. ഇനി പെൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കണം. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ആൺകുട്ടികളുടെ എണ്ണത്തിനേക്കാളും 4 കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണത്തിനേക്കാൾ 4 കൂടുതലാണെന്ന് പറയുന്ന ഇക്വേഷൻ ഇതല്ലേ? അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം y = x + 4 ആണ് നമ്മുടെ ഇക്വേഷൻ. ദിസ് = x. എക്സിൻ്റെ വില എത്ര കിട്ടി? 20. അപ്പോൾ 20 + 4 ദാറ്റ് ഈസ് = 24. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ പെൺകുട്ടികളുടെ എന്ന് പറഞ്ഞാൽ 20 + 4, പെൺകുട്ടികളുടെ എണ്ണം 24.
ഓക്കെ, എളുപ്പമല്ലേ? അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 10 എല്ലാ കണക്കുകളും കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പേജ് നമ്പർ 11 ഇനിയും ഈ എക്സസൈസിൽ ഒരു 3 കണക്കുകളും കൂടി ബാക്കിയുണ്ടെന്ന് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമാണ് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യും അപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക, അതായത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. എല്ലാ വീഡിയോസും ഫ്രീ ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആ ഒരു സപ്പോർട്ട് മാത്രമാണ് നിങ്ങൾ നമുക്ക് തരേണ്ടത്. ബാക്കി എല്ലാ വീഡിയോസും ഫ്രീ ആയിട്ട് നമ്മളിവിടെ ഈ വർഷം പ്ലാൻ ചെയ്യുന്നുണ്ട്. മാത്സ് കഴിഞ്ഞതിന് ശേഷം ഫിസിക്സും കെമിസ്ട്രിയും കൂടി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല കട്ടയ്ക്ക് നമ്മളൊപ്പം സപ്പോർട്ട് നൽകുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.